കേരള രാഷ്ട്രീയത്തിൽ സൗമ്യതയുടെ മുഖമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ, പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ടായിരിക്കും മന്ത്രിസഭയ്ക്ക് പുറത്തായത്? ഇതൊരു സ്വാഭാവികമായ രാഷ്ട്രീയ തീരുമാനമായി എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കിയ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണിത്. സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന വേദിയിലേക്ക് നടന്നു നീങ്ങിയ VDയെ നോക്കി പുതുപ്പള്ളിക്കാർ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: ഞങ്ങളുടെ ചാണ്ടിയെ എന്തിനു ചതിച്ചു? രേഖകൾ പരിശോധിച്ചാൽ, ചരിത്രം ചികഞ്ഞാൽ ഇതിന്റെ വേരുകൾ ചെന്നെത്തുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തർക്കങ്ങളിലല്ല. കൃത്യം 15 വർഷം മുമ്പ് 2011 VD സതീശൻ എന്ന നേതാവിന്റെ മനസ്സിൽ വീണ ഒരു കനലുണ്ട്. ആ കനലാണ് ഇന്ന് ചാണ്ടി ഉമ്മന്റെ മന്ത്രിസ്ഥാനം കരിയിച്ചു കളഞ്ഞത്. സതീശൻ തന്റെ പഴയ പക വീട്ടുമ്പോൾ അവിടെ തകരുന്നത് കോൺഗ്രസിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ലിസ്റ്റിൽ കയറി പറ്റിയവർ ആരൊക്കെ? ഇതിന് പിന്നിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിക് അജണ്ട എന്താണ്? ശ്വാസമടക്കി പിടിച്ചു കേൾക്കേണ്ട, കേരളം നടുങ്ങുന്ന ആ സത്യങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കുന്ന മുറിക്കുള്ളിൽ ശരിക്കും എന്താണ് നടന്നത്? ആദ്യഘട്ട ചർച്ചകളിൽ A ഗ്രൂപ്പിന്റെയും I ഗ്രൂപ്പിന്റെയും പ്രതിനിധിയായി ചാണ്ടി ഉമ്മന്റെ പേര് ഒന്നാമതായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന മഹാനായ നേതാവിനുള്ള ആദരവ് എന്നതിലുപരി ചാണ്ടി ഉമ്മൻ എന്ന യുവ നേതാവിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും പുതുപ്പള്ളിയിലെ ആ റെക്കോർഡ് ഭൂരിപക്ഷവും ആർക്കും തള്ളിക്കളയാൻ കഴിയുന്നതായിരുന്നില്ല. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ചാണ്ടിക്ക് വേണ്ടി ഉറച്ചു നിന്നു. എന്നാൽ അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ തിരക്കഥ മാറി. VD സതീശൻ എന്ന മുഖ്യമന്ത്രി തന്റെ അധികാരം ഉപയോഗിച്ച് ലിസ്റ്റ് ഒന്ന് വെട്ടിത്തിരുത്തി. ചാണ്ടി ഉമ്മന് പകരം T സിദ്ദിഖിനെ കൊണ്ടുവന്നതിന് പിന്നിൽ സതീശൻ നിരത്തിയ കാരണങ്ങൾ കേൾക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും അമ്പരന്നു പോയി. വയനാടിന് പ്രതിനിധി വേണം, മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കണം. പക്ഷേ ഇതിന്റെ മറവിൽ സതീശൻ ഒളിപ്പിച്ചു വെച്ച ആയുധം മറ്റൊന്നായിരുന്നു. മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താനും ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ എന്ന വളർന്നു വരുന്ന രാഷ്ട്രീയ ശക്തിയെ മുളയിലേ നുള്ളാനും സതീശൻ കണ്ടെത്തിയ സൂത്രവാക്യമായിരുന്നു ഇത്. ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായൊരു നേതാവ്, അദ്ദേഹത്തിന് എന്തിനു വളർത്തണം എന്ന ചോദ്യം സതീശന്റെ ഉള്ളിൽ ഉയർന്നു. KM ഷാജിയെ പോലെയുള്ള വർഗീയ പരാമർശങ്ങൾ കൊണ്ട് വിവാദത്തിലായവർക്ക് വരെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചപ്പോൾ സതീശൻ ബലി കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ മകനെയാണ്. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് ഊളിയിടാം. എന്താണ് VD സതീശന് ഉമ്മൻചാണ്ടി കുടുംബത്തോടുള്ള ഇത്ര വലിയ വിരോധം? 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ VD സതീശൻ മന്ത്രിസ്ഥാനം ഏറെ ആഗ്രഹിച്ചിരുന്നു. യുവനിരയിലെ തിളക്കമുള്ള നേതാവായിരുന്ന സതീശനെ അന്ന് ഉമ്മൻചാണ്ടി തഴഞ്ഞു. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും പ്രാദേശിക പരിഗണനകൾക്കും മുൻഗണന നൽകിയ ഉമ്മൻചാണ്ടി സതീശനെ മന്ത്രിസഭയ്ക്ക് പുറത്തു നിർത്തി. അവിടെ തുടങ്ങുന്നതാണ് സതീശന്റെ പക. അന്നു മുതൽ ഉമ്മൻചാണ്ടി സർക്കാരിന് സ്വസ്ഥത നൽകിയിട്ടില്ല സതീശൻ. ഹരിത MLA മാർ എന്ന പേരിൽ ഒരു വിമത ഗ്രൂപ്പും ഉണ്ടാക്കി സ്വന്തം സർക്കാരിനെതിരെ നിരന്തരം പ്രസ്താവനകൾ നടത്തി. സോളാർ കേസ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ കാലത്ത് ഉമ്മൻചാണ്ടിയെ പ്രതിരോധത്തിലാക്കാനായി പ്രതിപക്ഷത്തെക്കാൾ ആവേശം കാണിച്ചത് സ്വന്തം പക്ഷക്കാരായിരുന്ന VD സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കണ്ണീരൊഴുക്കിയ സതീശൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ മുഖവും മാറ്റി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചു വന്ന അന്ന് തന്നെ അദ്ദേഹത്തെ മാനസികമായി തകർക്കാനായി സതീശൻ പദ്ധതിയും ഇട്ടു. അതിന്റെ എല്ലാം ഭാഗമായിരുന്നു ഇപ്പോൾ ഇന്ന് ഈ സമയത്ത് പോലും സോളാർ കേസ് വീണ്ടും ചർച്ചയാക്കാനായി ഷാഫി പറമ്പിലിനെ കൊണ്ട് അടിയന്തര പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്നത്. മകന്റെ വിജയാഘോഷം പോലും പിതാവിനെതിരെയുള്ള ആരോപണങ്ങൾ കേട്ടിരിക്കേണ്ടി വന്നൊരു സാഹചര്യം സതീശൻ ബോധപൂർവം തന്നെ സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ 2026 നിൽക്കുമ്പോൾ ഈ UDF സർക്കാർ അധികാരമേറ്റ ഈ സമയത്ത് ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ VD സതീശൻ കളിച്ച മറ്റൊരു അപകടകരമായ കളി പൊളിറ്റിക്കൽ ഇസ്ലാം പ്രീണനമാണ്. ചാണ്ടി ഉമ്മയെ ഒഴിവാക്കാൻ സതീശൻ ആയുധമാക്കിയത് മതപരമായ പ്രാതിനിധ്യമാണ്. അപ്പോൾ ആരും എതിര് പറയില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ മൂട് താങ്ങുന്ന നയമാണ് സതീശൻ സ്വീകരിക്കുന്നത് എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ പരസ്യമായി പറയുന്നു. തനിക്ക് കിട്ടിയ മുഖ്യമന്ത്രി കസേര പോലും ആ ഒരു പിച്ചയാണ്. വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചതിന്റെ പേരിൽ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട KM ഷാജിക്ക് വരെ മന്ത്രിസ്ഥാനം നൽകാൻ സതീശൻ കാണിച്ച ആ ഉത്സാഹം എന്തുകൊണ്ട് ചാണ്ടിയുമ്മന്റെ കാര്യത്തിൽ ഇല്ലാതെ പോയി? ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ അവഗണിച്ചുകൊണ്ടൊരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് തന്റെ കസേര ഉറപ്പിക്കാനാണ് സതീശൻ ശ്രമിക്കുന്നത്. ഇതിന് പിന്നിൽ കേരളത്തിലെ ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സമ്മർദ്ദമുണ്ടോ എന്ന സംശയം പോലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി ഉയരുന്നുണ്ട്.
ചാണ്ടി ഉമ്മനെ പോലെയുള്ള ഒരു നേതാവ് മന്ത്രിസഭയിൽ എത്തിയാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാകുമെന്ന് സതീശൻ ഭയപ്പെടുന്നു. ഉമ്മൻചാണ്ടിയുടെ ജനപ്രീതി മകനിലൂടെ തുടർന്നാൽ സതീശൻ എന്ന നേതാവ് ചിലപ്പോൾ നിഷ്പ്രഭമാകുമോ എന്ന ഭയവും തിരിച്ചറിവും ഈ വെട്ടിനിരത്തലിന് പിന്നിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ സംശയം പോലും തോന്നേണ്ട കാര്യമില്ല. ചാണ്ടി ഉമ്മൻ തഴഞ്ഞതിൽ ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചാണ്ടി ഉമ്മൻ എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം, ജനമനസ്സ് മനസ്സിലാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലേ എന്ന സഭയുടെ ചോദ്യം വിരൽ ചൂണ്ടുന്നത് സതീശന് നേരെ തന്നെയാണ്. ഒരു ഫ്ലെക്സ് ബോർഡ് പോലും വെക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇത്രത്തോളം വോട്ട് പിടിച്ചത്. എന്തായാലും ഏകപക്ഷീയമായ തീരുമാനം തന്നെയാണിത്. സഭയുടെ പിന്തുണയല്ല ചാണ്ടിയുടെ യോഗ്യത, മറിച്ച് അദ്ദേഹം നേടിയ ജനപിന്തുണ തന്നെയാണ്. പുതുപ്പള്ളിക്കാരുടെ പ്രതിഷേധം അതിരൂക്ഷമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന്റെ മകനെ അപമാനിച്ചത് അവർക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ്. സത്യപ്രതിജ്ഞ ചടങ്ങിന് നിൽക്കാതെ മടങ്ങാൻ തുടങ്ങിയ പ്രവർത്തകരെ ചാണ്ടി ഉമ്മൻ നേരിട്ടെത്തി ശാന്തനാക്കി. അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ യോഗ്യത. എനിക്ക് പദവികളിലല്ല, ജനങ്ങളുടെ സ്നേഹത്തിലാണ് വിശ്വാസം എന്ന് ചാണ്ടി പറയുമ്പോഴും ആ വാക്കുകളിൽ സതീശൻ തുന്നിച്ചേർത്ത ചതിയുടെ കയ്പുണ്ട്. വേദിയിൽ ചാണ്ടി ഉമ്മൻ എത്തിയപ്പോൾ ഉണ്ടായ ആ കരഘോഷം അതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തായാലും അതൊക്കെ സതീശനുള്ള ഒരു താക്കീത് തന്നെയായിരുന്നു. കസേരകൾ നിങ്ങൾക്കുണ്ടാകാം, പക്ഷേ ജനങ്ങളുടെ ഹൃദയം ചാണ്ടിക്കൊപ്പമാണെന്ന താക്കീതാണത്. ഈ മന്ത്രിസഭാ പട്ടികയിൽ എന്തായാലും സതീശൻ മാത്രമല്ല കളിച്ചത്, പാണക്കാട് കുടുംബത്തിന്റെ പങ്കും എന്തായാലും ഇതിലുണ്ട്. എന്തായാലും KC പക്ഷമാണ് പൂർണ്ണമായും പിടിമുറുക്കിയിരിക്കുന്നത്. K മുരളീധരനെ പോലെയുള്ള കരുത്തരായ നേതാവിന് ലഭിച്ചത് വകുപ്പെല്ലാം നമ്മൾ കണ്ടല്ലോ. ധനവകുപ്പ് അടക്കം സതീശന്റെ കയ്യിൽ തന്നെ ഭദ്രമാണ്. കൂടാതെ സതീശൻ KC സഖ്യത്തിന്റെ ലക്ഷ്യമായിരുന്നു ഇതെല്ലാം തന്നെ എന്ന് തെളിയുന്നുണ്ട്. ഗ്രൂപ്പില്ലാ കോൺഗ്രസ് എന്ന് പ്രസംഗിക്കുന്ന സതീശൻ സ്വന്തം ഗ്രൂപ്പിനെ വളർത്താൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ചവിട്ടി മെതിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു അധികാര കൈമാറ്റമല്ല, ഇതൊരു പിടിച്ചടക്കലാണ്. ഉമ്മൻചാണ്ടി യുഗത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിനെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കാനുള്ള സതീശന്റെ ബുദ്ധിപരമായ നീക്കം എന്തായാലും പിടിമുറുക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയമില്ല. ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്ന യുവതലമുറ സതീശന്റെ ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ VD സതീശന് വേണ്ടി വൻ PR ക്യാമ്പയിനുകളൊക്കെയാണ് നടക്കുന്നത്. ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ ചിരിക്കുന്ന CM എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതൊക്കെ ഈ ചിരിയൊക്കെ എത്ര കാലം ഉണ്ടാവും? 2011 അപമാനത്തിന് 2026 അദ്ദേഹം മറുപടി നൽകി. പക്ഷേ സതീശൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി എന്നത് വെറും ഒരു പേരല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തെ തൊട്ടുകളിച്ച് സതീശന് വരും കാലം എന്ത് തന്നെ ആയാലും മറുപടി നൽകും. ചാണ്ടി ഉമ്മൻ എന്ന പോരാളി ഇനിയും വളരും. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ സങ്കടമില്ലെന്ന് അദ്ദേഹം പറയുമ്പോഴും ഈ നീതികേടിനെതിരെ ജനങ്ങൾ സംസാരിക്കും. മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവർക്കും സ്വന്തം പക തീർക്കാൻ പാർട്ടി താല്പര്യങ്ങൾ ബലികഴിക്കുന്നവർക്കും കേരള രാഷ്ട്രീയത്തിൽ എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും? VD സതീശൻ എറിഞ്ഞ കരുക്കൾ അദ്ദേഹത്തിന് തന്നെ വിനയാകും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ചാണ്ടി ഉമ്മനെ വെട്ടിനിരത്തിയ സതീശന്റെ നടപടിയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.